പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ബ്രിഞ്ചാള് അതായത് വഴുതനങ്ങ വെച്ചിട്ടൊരു ചെറിയ വിഭവമാണ് ഉണ്ടാക്കുന്നത്. ഇതും വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. എനിക്ക് ഈസി റെസിപ്പി ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് കാര്യം നടക്കുമല്ലോ, അത് തന്നെയാണ്. ഈ ഒരു റെസിപ്പി ഞാൻ ഈ അടുത്തിടയ്ക്കാണ് പഠിച്ചത്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നതാണ്. ഞാൻ പെട്ടെന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, പെട്ടെന്ന് ഉണ്ടാക്കാൻ തോന്നി. അപ്പോൾ നമ്മളത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി, നന്നായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾക്ക് ഇഷ്ടമായി തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ ഇത് ഇപ്രാവശ്യം നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താവുന്ന അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളത് ഈ വഴുതനങ്ങയും തൈരുമാണ്. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല പറ്റിയൊരു വിഭവമാണ് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ ഇത് കഴിച്ച് നമ്മൾ പോകുമ്പോഴത്തേക്കും വേറെ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, ഈസി ആയിട്ട് കഴിക്കാം. അങ്ങനെ ഞാൻ മിക്കപ്പോഴും വഴുതനങ്ങ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പം വഴുതനങ്ങ ഫ്രൈ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്നാ ഒരു വെറൈറ്റിക്ക് എൻ്റെ ഇഷ്ട വിഭവം തന്നെ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. എന്നാൽ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനൊരു ചെറിയ ഇടത്തരം വലിപ്പമുള്ള 2 വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. തീരെ ചെറുതല്ല കേട്ടോ, ഒരു മീഡിയം എന്ന് പറയാം, ആ ലെവലിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ വഴുതനങ്ങ വെച്ചിട്ട് എങ്ങനെ ഈസി ആയിട്ട് കറി ഉണ്ടാക്കാമെന്നുള്ളതാണ് കാണിച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇത് ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. തീരെ ചെറുതല്ല, എന്നാൽ തീരെ വലുപ്പമുള്ളതല്ല. ഈ ഒരു രീതിയിൽ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടി ഒരു വലിയ സ്പൂൺ, ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഈ ഒരു പരുവത്തിൽ മതി കേട്ടോ. അതായത് ഒരു കുഴമ്പ് പരുവത്തിൽ. നമുക്ക് ലൂസായിട്ടും വേണ്ട, എന്നാൽ ഭയങ്കരമായിട്ട് കട്ടിയായിട്ടും വേണ്ട. ഈ കുറച്ച് മസാല മതി. നമ്മൾ വിചാരിക്കും ഇത് കുറച്ചേ ഉള്ളല്ലോ, തികയല്ല. പക്ഷെ അല്ല, ഈ ഒരു മസാല മാത്രം മതി. ഇത് ഫുള്ള് നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ട് മസാല എല്ലാം തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് വെക്കുക. ഏകദേശം ഒരു വലിയ 2 സ്പൂണ് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാനയിലാകുമ്പോൾ അധികം എണ്ണയുടെ ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഞാനത് ഇങ്ങനെ നിരത്തി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഒരു 1 അല്ലെങ്കിൽ 2 മിനിറ്റ് ഒന്ന് ആവി കയറ്റി വേവിച്ചാൽ മതി. അപ്പോൾ ഞാൻ അടച്ചു വെച്ച് വേവിക്കുക, പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഇതിനധികം വേവും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ മറിച്ചിട്ടു. 2 വശവും നമുക്ക് വെന്ത് കിട്ടണം, അതിനു വേണ്ടിയാണ്. മറിച്ചതിന് ശേഷം ഞാൻ ഇതെല്ലാം കോരി മാറ്റുകയാണ് ചെയ്യുന്നത്. എല്ലാം മാറ്റിയിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്ന ഈ എണ്ണയിലേക്ക് തന്നെയാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ, അതായത് കടുക് പൊട്ടിച്ചു, വറ്റൽമുളക് ഇട്ടു. ഇനിയാണെങ്കിൽ നമുക്ക് ചെറിയുള്ളിയാണ് ചേർത്ത് ഞാൻ ഇടുന്നത്. ഇതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ട് പോകുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് സോട്ട് ചെയ്ത് എടുക്കണം. സോട്ട് ചെയ്തെടുത്തതിന് ശേഷമായിരിക്കും ഇതിന് നമുക്ക് ഇതിനടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നത്. ഇതെല്ലാം ഞാൻ എടുത്തതിന് ശേഷം ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു അവസരത്തിൽ നമുക്ക് ഉപ്പ് കുറവാന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ എനിക്ക് ഓൾറെഡി ഞാൻ ഉപ്പ് കുറച്ച് ചേർത്തിരുന്നു നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ നേരത്ത്. അപ്പോൾ എനിക്ക് ആ ഒരു ഉപ്പിൻ്റെ കൺസിസ്റ്റൻസി മതിയും തോന്നി. ഇനി നമുക്ക് തൈരും കൂടെ ഞാൻ ചേർത്ത് പോകുന്നുണ്ട്. ഇനി തൈരും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒന്നും കൂടെ ഉപ്പ് നോക്കേണ്ടവർക്ക് നോക്കാം, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടും. അപ്പം പെട്ടെന്ന് കറിയായല്ലേ. ഞാൻ പറഞ്ഞില്ലേ അധികം സമയമൊന്നും ആവശ്യമില്ലെന്ന്. ഈസി റെസിപ്പിയാണേ. ഞാനിത് ഭയങ്കരമായിട്ട് എനിക്ക് എക്സൈറ്റഡ് ആയ ഒരു റെസിപ്പി എന്നും കൂടെ പറയാം. ഇത്ര പെട്ടെന്ന് കറിയാവുമോ എന്ന് വിചാരിച്ചു. അതെ, പെട്ടെന്ന് തന്നെ കറിയാവും. ആർക്കും ഉണ്ടാക്കാം, ഈസിയാണ്. അതിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്ന തട്ടിക്കൂട്ട് കറികളിൽ ഉൾപ്പെടുത്താവുന്നൊരു കറി കൂടിയാണ്. ടേസ്റ്റ് എമ്മിയാണ് കേട്ടോ തട്ടിക്കൂട്ട് കറിയാണെന്ന് പറഞ്ഞാലും. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ലതാണേ. തൈരാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടമാവും. കാരണം ആ മസാലയെല്ലാം പിടിച്ചിട്ടുള്ള ആ വഴുതനങ്ങ ഇതിൻ്റെ കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. ഈ വഴുതനങ്ങ ഇതിനകത്തുനിന്ന് തന്നെ പറക്കി കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ്. ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ഇതാക്കുന്നില്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഈ പറഞ്ഞൊന്നും വെറുതെ അല്ല എന്ന്. അപ്പം ഞാൻ വഴുതനങ്ങ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചത് ഈ തൈരിന് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചല്ലോ. അതായത് കടുകിട്ടു, കുറച്ച് ഉലുവ ഇട്ടു, അത് വെളുത്തുള്ളി ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല, ചുവന്നുള്ളിയാണ് ചേർത്തത്. വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. ഇതെല്ലാം പൊട്ടിച്ച് നല്ല സോട്ടായതിന് ശേഷം അതിനകത്തേക്ക് നിങ്ങൾക്ക് ഉപ്പ് പാകത്തിന് വേണമെങ്കിൽ ഉപ്പിടാം. എന്നിട്ട് തൈര് ഒഴിച്ചു. തൈരൊന്നും നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ, അല്ലെങ്കിൽ പിരിഞ്ഞു പോവും. നമ്മൾ തൈര് നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഈ വഴുതനങ്ങ ചേർത്ത് നന്നായിട്ട് കൊടുക്കാം.
ഇളക്കരുത് കേട്ടോ, ഇളക്കി കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകും. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് ബൗളിലേക്ക് മാറ്റി നല്ല കേട്ടോ. അപ്പം ആ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മസാല എല്ലാം കൂടി തൈരിനകത്തേക്ക് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു എമ്മി ഫ്ലേവർ വരും. അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട് വരുന്നത്. ഇത്ര പെട്ടെന്നൊക്കെ അറിയാവുന്നത്, നിമിഷ നേരങ്ങൾ പോരെ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂലോ അല്ലേ? ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ കഴിഞ്ഞ ഞങ്ങൾക്ക് വീഡിയോക്കെല്ലാം തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോയ്ക്ക് കാത്തിരിക്കുക. കൂടുതൽ റെസിപ്പികളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ.